നിദ്ര രാവിലെ 8 മണിക്ക് മുന്നേ തന്നെ കുളിച്ച് റെഡിയായി ഒരിളം മഞ്ഞ സാരിയാണ് അവൾ ഉടുത്തത്. നെറ്റിയിൽ ചെറുതായി ചന്ദനക്കുറി വരച്ചു. മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് ആ പാദത്തിൽ സ്പർശിച്ച് നെറുകയിൽ തൊട്ടു. പാവം മയക്കത്തിലാണ്. ഇന്നലെ രാത്രി നല്ല ചുമയുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് ചെന്നൊരു ഗ്ലാസ് കാപ്പിയെടുത്ത് കുടിച്ചു. ചെറിയമ്മ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, മയക്കത്തിലാണ്. അവൾ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലി തുടങ്ങിയതാണ്. ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചു. ചായപ്പിലെ അടുപ്പിൽ ചോറ് വേവിച്ച് അടച്ചിട്ടു. ഒരു മെഴുക്ക് പുരട്ടിയും മോരും കറിയും ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരു ചമ്മന്തിയും. മറ്റൊന്നും ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. പാത്രങ്ങളും കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി വീടടിച്ചു വാരിയാൽ മതി. ഇന്നലെയും തുടച്ചതാണ്. അത് ചിലപ്പോൾ ചെറിയമ്മ ചെയ്യുമായിരിക്കും. നിദ്ര 2 ഇഡ്ഡലി എടുത്ത് പാത്രത്തിലാക്കി ചട്ടിനി ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സത്യഭാമ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നത്. വന്നപാടെ അവർ വെന്തിരിക്കുന്ന ചോറിലും കറിയിലുമൊക്കെ ഒന്ന് നോക്കി. ഒരു കറിയും കൂടെ ഉണ്ടാക്കാമായിരുന്നു. ശരത്തിന് ഇതൊന്നും പോരാ. മനഃപൂർവ്വമല്ല ചെറിയമ്മേ, എനിക്കിന്ന് ആ ഹോട്ടലിൽ പോയി ഒരാളെ കാണാനുള്ളതാ. ഒരു ജോലിക്ക് വേണ്ടി വെളുപ്പിന് 4:30 മണിക്ക് എഴുന്നേറ്റതാ. ഇനിയും വൈകിയ സമയം കഴിഞ്ഞു പോകും. ഞാനെന്ത് ചെയ്യാനാ നിദ്രേ? നിനക്കറിയാലോ, പണി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നടുവിന് നല്ല വേദനയുണ്ട്. ഇന്നലെ അതുകൂടി. പിന്നെ ശരണ്യക്കാണെങ്കിൽ പഠിക്കാനും ഒരുപാടുണ്ട്. ഡിഗ്രിയല്ലേ അവൾ. നിദ്ര ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇത് സ്ഥിരം കേൾക്കാറുള്ള പല്ലവിയാണ്. നിദ്രയാണ് ആ വീട്ടിലെ പണികൾ മുഴുവനും ചെയ്യുന്നത്. അതിനിടയിൽ വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിയെയും നോക്കണം അവൾക്ക്. നിദ്രയുടെ അച്ഛൻ മാധവൻ നായർ ഒരു ബാങ്കിലെ ക്ലർക്കായിരുന്നു. അമ്മ വീണ. നിദ്രയ്ക്ക് 2 വയസ്സായപ്പോൾ വീണ അവരുടെ പൂർവ്വകാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വീണയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമായിരുന്നു മാധവനുമായുള്ള വിവാഹം. അത്യാവശ്യം സമ്പന്ന കുടുംബത്തിലായിരുന്നു വീണ. ഒരു ക്രിസ്ത്യാനിയെ പ്രണയിച്ചതോടെ അവരുടെ വരനാവാൻ വേണ്ടി വീട്ടുകാർ അധികമൊന്നും സമ്പത്തും പ്രൗഢിയും അവകാശപ്പെടാനില്ലാത്ത മാധവൻ നായരെ കണ്ടെത്തി. പക്ഷേ വീണയ്ക്ക് അയാളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഉപേക്ഷിച്ച് അവൾ പോയി. അതോടെ മാധവൻ നായർ ആകെ തകർന്നു. അയാൾക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാതെയായി. കുറേ നാൾ മദ്യപാനവും പുകവലിയുമായി നടന്ന അയാൾക്ക് മകളോട് പോലും ദേഷ്യമായിരുന്നു. നിദ്രയെ അന്നൊക്കെ നോക്കിയതും വളർത്തിയതും മാധവൻ നായരുടെ അമ്മയായ സരസ്വതിയാണ്. പിന്നീട് മാധവൻ നായർ തൻ്റെ അകന്ന ബന്ധത്തിലുള്ള സത്യഭാമയെ വിവാഹം കഴിച്ചു. അതിൽ 2 മക്കളുണ്ട്, ശരത്തും ശരണ്യയും. ശരത്ത് BBA കഴിഞ്ഞു നിൽക്കുന്നു, ജോലി നോക്കുന്നുണ്ട്. ശരണ്യ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിദ്ര പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ അവൾക്ക് ഡിഗ്രി കഴിഞ്ഞ് പഠനം തുടരാൻ സാധിച്ചില്ല. പ്രാരാബ്ദം പറഞ്ഞ് അതെല്ലാം സത്യഭാമ മുടക്കി. അവരെ കെട്ടിയത് മുതൽ സ്വന്തം മക്കൾക്കായി ഒന്നും തന്നെ ചെയ്യാൻ മാധവൻ നായർക്ക് സാധിച്ചില്ല. അവർ അയാളെ അടിമയാക്കി കളഞ്ഞു എന്നതാണ് സത്യം. അയാളുടെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ പെൻഷനടക്കം സത്യഭാമയാണ് കൈകാര്യം ചെയ്തിരുന്നത്. വീണ പോയപ്പോൾ അവളുടെ സ്വർണമൊന്നും എടുത്തിരുന്നില്ല. ഏകദേശം 150 പവനോളം ഉണ്ടാകും. അതെല്ലാം സത്യഭാമയുടെ ഷെൽഫിലുണ്ട്. 2 വർഷം മുൻപ് മാധവൻ നായർ മരിച്ചു. അതോടെ നിദ്രയുടെ അനാഥത്വം കൂടി വന്നു. ഞാൻ പോട്ടെ ചെറിയമ്മേ, മുത്തശ്ശിക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കണേ. സത്യഭാമ വലിയ താല്പര്യമില്ലാതെ തലകുലുക്കി. അപ്പോഴാണ് ദേവയാനി കയറി വന്നത്. സത്യഭാമയുടെ അമ്മയാണവർ. ഓ, എങ്ങോട്ടാ തമ്പുരാട്ടി രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി പോകുന്നേ? അമ്മയെ പോലെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടാൻ പ്ലാൻ ഉണ്ടെങ്കിലേ ഒന്ന് പറയണേ. അത് കേട്ടതും നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവയാനി അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെയാണ്. നിദ്രയെ കാണുമ്പോൾ എന്തെങ്കിലും കുത്തിപ്പറഞ്ഞ് വേദനിപ്പിക്കാതെ അവർക്ക് സമാധാനമില്ല. കാസർഗോഡാണ് ദേവയാനിയുടെ കുടുംബ വീട്. അവിടെ അവരുടെ ഇളയ മകൻ കൃഷ്ണൻകുട്ടിയും ഭാര്യയുമുണ്ട്. നളിനിയുമായി ദേവയാനി ചേരില്ല. അതുകൊണ്ട് മാസത്തിൽ 3/4 ദിവസവും അവർ ഇവിടെയായിരിക്കും. നിദ്ര സങ്കടത്തോടെ സത്യഭാമയെ നോക്കി. അവരുടെ മുഖത്ത് എപ്പോഴുള്ള നിസ്സംഗതയായിരുന്നു. കണ്ണു തുടച്ച് നിദ്ര വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഇരുവശവും നീണ്ടു കിടക്കുന്ന പാടത്തിൻ്റെ നടുക്കുള്ള ചെമ്മൺ പാതയിലൂടെ പോകുമ്പോൾ അവൾ എന്തോ ചിന്തയിലായിരുന്നു. വരമ്പിൽ നിന്ന് വയൽ കിളികളുടെ ശബ്ദം കേൾക്കാം. നിദ്ര ടൗണിലുള്ളൊരു ഓഫീസിൽ ബില്ലടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് എന്തോ നഷ്ടം വന്ന ആ കമ്പനി പൂട്ടിപ്പോയി. ഇനിയിപ്പോൾ വേറെ ഒരു ജോലി നോക്കിയേ പറ്റൂ. വീട്ടു ചെലവിനുള്ളത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ചെറിയമ്മയുടെ കറുത്ത മുഖം കാണേണ്ടി വരും. അല്ലെങ്കിലും കഴിക്കുന്ന ആഹാരത്തിന് പോലും കണക്കാണ്. അവൾ വീട്ടിനടുത്തുള്ള സുലോചന ചേച്ചിയുടെ കൂടെ ഒരു ജോലിയുമായി കാര്യത്തിന് വേണ്ടി ഹോട്ടൽ റോയൽ ഗ്രീനിൽ പോവുകയാണ്. ചേച്ചിക്കറിയാവുന്നത് ഒരു സാർ അവിടെ റൂമെടുത്ത് താമസിക്കുന്നുണ്ട്. സിറ്റിയിലെ ഒരു ബാങ്കിൽ ക്ലർക്കിൻ്റെ ഒഴിവുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ.
കോൺട്രാക്ട് ബേസിലാണ്, അത്യാവശ്യം ശമ്പളമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് അപേക്ഷകരുണ്ട്. കൂടുതൽ ക്യാഷ് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്ക് ജോലി കൊടുക്കുമെന്നാണ് ബാങ്കിൽ നിന്ന് രഹസ്യമായി അറിഞ്ഞ വിവരം. സുലോചന ചേച്ചിക്ക് പരിചയമുള്ള ഈ സാറിന് ആ ബാങ്കിൽ നല്ല ഹോൾഡ് ഉണ്ടത്രേ. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താലേ ജോലി കിട്ടൂ, അല്ലെങ്കിൽ നല്ല കൈക്കൂലി കൊടുക്കണം. പണം കൊടുക്കാൻ നിദ്രയുടെ കയ്യിൽ ഒന്നുമില്ല. ഹോട്ടലിലേക്കെന്ന് കേട്ടപ്പോൾ നിദ്ര മടിച്ചതാണ്, എന്തോ ഒരു വല്ലായിക. പക്ഷേ സുലോചന നിർബന്ധിച്ചു. കാര്യം നമ്മുടേതാ, അവരോട് നമ്മുടെ അടുത്തേക്ക് വരാൻ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവർ അവളുടെ വായടപ്പിച്ചു. സുലോചനയ്ക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ മാത്രമേ ഉള്ളൂ. ഭർത്താവ് കുറേ നാൾ മുൻപ് ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണത്രേ. അത് നേരത്തെ പറഞ്ഞ് സാർ ഒപ്പിച്ചു കൊടുത്തതാണെന്നാണ് നിദ്രയോട് സുലോചന പറഞ്ഞത്. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ സുലോചന അവിടെ നിദ്രയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വന്നിട്ട് ഒരുപാട് സമയമായോ ചേച്ചി? ഇല്ല മോളെ, ഇപ്പോൾ വന്നതേ ഉള്ളൂ. വേഗം പോകാൻ നമുക്ക്, സമയം കളയണ്ട. വീട്ടിൽ കുറേ പണിയുണ്ടായിരുന്നു ചേച്ചി, അതാ. എൻ്റെ മോളെ, നിൻ്റെ ഒരു കഷ്ടകാലം. ആ സത്യഭാമയുടെ അമ്മയും വന്നിട്ടുണ്ടല്ലോ പോരെടുക്കാൻ. സാരമില്ല, ഈ സാറ് നല്ലയാളാ. ഈ ജോലി നിനക്കുറപ്പാ. ഈ വരുമാനമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. നിദ്ര ഒന്നും പറഞ്ഞില്ല, ഒരു വാടിയ ചിരി ചിരിച്ചു. അവർ ബസ്സിൽ കയറിയിരുന്നു. ഇറങ്ങുന്നത് വരെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയായിരുന്നു ഹോട്ടൽ. സുലോചന റിസപ്ഷനിൽ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് സ്റ്റെയർകേഴ്സ് കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. നിദ്രയുടെ കണ്ണുകൾ ഹോട്ടലിലെ ആഡംബരങ്ങളിൽ തങ്ങി നിന്നു. ഫുൾ AC ആണ്. ഗാർഡനും സ്വിമ്മിംഗ് പൂളും ഫൗണ്ടനും, അങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്ന എല്ലാമുണ്ട്. പണക്കാർക്ക് മാത്രമേ ഇവിടെയൊക്കെ വന്ന് താമസിക്കാൻ പറ്റൂ. സുലോചന അവളെയും കൊണ്ട് നമ്പർ 5 എഴുതിയ ഡോറിൽ മുട്ടി. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. വെളുക്കെ ചിരിച്ചുകൊണ്ട് ആജാനുബാഹുവായ ഒരു മധ്യവയസ്കൻ കടന്നു വന്നു. ഒരൊറ്റ മുണ്ടേ ഉടുത്തിട്ടുള്ളൂ. നിദ്രയ്ക്ക് വല്ലാത്തൊരു അവജ്ഞ തോന്നി. അയാളോടുള്ള സുലോചന ചേച്ചിയുടെ കൊഞ്ചിക്കുഴയലും കൂടിയായപ്പോൾ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. വരണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ അവളുടെ നേരെ തിരിഞ്ഞു. ഓ, നിനക്കാണല്ലേ ജോലി വേണ്ടത്. എന്താ നിന്റെ പേര്? അയാൾ ചോദിച്ചു. അവൾ താഴേക്ക് നോക്കി പേര് പറഞ്ഞു. റൂമിൽ ടേബിളിലായി മദ്യക്കുപ്പിയും ഗ്ലാസും ഇരിക്കുന്നതായി കണ്ടു. അവൾക്ക് അവിടെ നിന്ന് ഓടണമെന്ന് തോന്നി. ജോലിയും വേണ്ട, ഒന്നും വേണ്ട. പെട്ടെന്ന് അവൾ സുലോചന ചേച്ചിയെ നോക്കി. ചേച്ചി എവിടെ? ചേച്ചിയെ കാണുന്നില്ല. അയാൾ അവളുടെ അടുത്തേക്ക് വരികയായിരുന്നു. അവളെ കടന്ന് അയാൾ ഡോറിൻ്റെ കുറ്റിയിട്ടതും അവൾ വിറച്ചുപോയി. അയാൾ നിദ്രയുടെ നേർക്കടുത്തേക്ക് വന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. ഒരറപ്പുള്ള സാധനം തീണ്ടിയതുപോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് വാതിലിന് നേർക്കോടി. സുലോചന ചേച്ചി, അവൾ അലറി വിളിച്ചു. വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ മറുപടി കിട്ടിയില്ല. അപ്പോഴേക്കും അയാൾ പുറകിൽ കൂടി വന്ന് അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നെങ്കിലും അവൾ പൊരുതിക്കൊണ്ടിരുന്നു. സുലോചന ചേച്ചി തന്നെ ചതിക്കുകയായിരുന്ന അറിവിൽ അവൾ തകർന്നു പോയിരുന്നു. തൻ്റെ മാനം നഷ്ടപ്പെടാൻ പോകുന്നു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ ഒരു കാളക്കൂറ്റൻ്റെ കരുത്തോടെ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ അയാളുടെ കയ്യിൽ ആഞ്ഞു കടിച്ചു. അയാളുടെ പിടി കുറിച്ചയഞ്ഞതും അവൾ അയാളെ തള്ളി മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് ഭ്രാന്തിയെ പോലെ മുകളിലേക്കുള്ള സ്റ്റെയർകേഴ്സ് വഴി ഓടി. പേടിച്ചു വിറച്ചതിനാൽ അവളുടെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരുന്നു. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ബോധം പോലും അവൾക്കുണ്ടായിരുന്നില്ല. അവൾ ഓടിപ്പാഞ്ഞു ചെന്നത് പാതി തുറന്ന് കിടക്കുന്ന ഒരു മുറിയുടെ മുന്നിലാണ്. ഭീതിയോടെ അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു നടന്നു. അയാളെങ്ങാനും പിന്നാലെ വന്നാലോ? ഈ മുറിയുള്ള ആളോട് സഹായം ചോദിച്ചാലോ? അവൾ ചിന്തിച്ചു നിൽക്കെ ആ മുറിയിൽ നിന്ന് ഗുണ്ടയെ പോലെ ഒരാൾ പുറത്തേക്ക് വന്നു. അവൾ പേടിയോടെ പിറകോട്ട് മാറിയതും അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് സ്പ്രേ പോലെ എന്തോ എടുത്ത് നിദ്രയുടെ മുഖത്തേക്ക് അടിച്ചതും അവൾ ബോധമറ്റു വീണതും ഒരുമിച്ചായിരുന്നു. അയാൾ ആ ക്ഷണം അവളെ താങ്ങിയെടുത്ത് ആ മനോഹരമായ റൂമിലേക്ക് കയറി. ആ ബെഡിൽ വളരെ സുന്ദരനായൊരു ചെറുപ്പക്കാരൻ മയങ്ങിയെന്ന പോലെ കിടന്നിരുന്നു. സമൃദ്ധമായ മുടിയും വെട്ടിയൊതുക്കിയ താടിയും തുടുത്ത കവിളുകളും ഉറച്ച ശരീരവുമുള്ള ഒരുത്തൻ. ഒരു ജീൻസ് മാത്രമാണ് അവൻ ധരിച്ചിരുന്നത്. അയാൾ ബോധമറ്റ ആ പെണ്ണിനെ അവൻ്റെ നെഞ്ചിലേക്ക് ചായ്ച്ചു കിടത്തി. സ്വയം അറിയാതെ അവൻ അവളെ കെട്ടിപ്പുണർന്നു. അയാൾ അത് കണ്ടൊന്ന് ചിരിച്ചതിനു ശേഷം പുറത്തേക്കിറങ്ങിയ വാതിൽ കുറ്റിയിട്ടു. അബോധാവസ്ഥയിൽ പോലും തൻ്റെ തെന്നിമാറി കിടക്കുന്ന സാരിയുടെ ഇടയിലൂടെ അണിവയറിൽ അമരുന്ന പരുക്കൻ കൈയുടെ കരുത്ത് അവൾ അറിയുന്നുണ്ടായിരുന്നു.
ബോധം പൂർണ്ണമായും നശിച്ച അയാളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവളൊരു ഭാരമില്ലാത്ത തൂവൽ പോലെ ആകാശത്ത് പാറി പറന്നു നടന്നു. നിദ്ര കണ്ണു തുറക്കുമ്പോൾ ചുറ്റിനും പൊതിഞ്ഞു നിന്നിരുന്ന ഭയത്തിൻ്റെ അന്ധകാരം അവളെ ഒട്ടയാകെ ആദ്യമൊന്ന് വിഴുങ്ങിയെങ്കിലും ധൈര്യം സംഭരിച്ച് അവളൊന്ന് ശ്വാസം വലിച്ചെടുത്ത് പതിയെ മുറിയാകെ പരതി. മെല്ലെ മെല്ലെ കണ്ണുകളിലേക്ക് അരിച്ചിറങ്ങുന്ന വെളിച്ചം കണ്ടപ്പോൾ അവൾക്ക് മുൻപ് നടന്നതെല്ലാം ഓർമ്മ വന്നു. താനിതെവിടെയാണ് കിടക്കുന്നത്? ഉലഞ്ഞു കിടക്കുന്ന മുടിയുടെ ഇഴകളിലൂടെ കരുത്താർന്ന പേശിയുള്ള ഒരുവൻ്റെ മാറിടം അവൾക്ക് ദൃശ്യമായി. ഞെട്ടിപ്പിടഞ്ഞ നിദ്ര എഴുന്നേറ്റു മാറി. കട്ടിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ കൈകൊണ്ട് മറച്ചു വെച്ചിരുന്ന അയാളുടെ മുഖം അവൾക്ക് ശരിക്കും വ്യക്തമായിരുന്നില്ല. താൻ ചതിക്കപ്പെട്ടതാണ്. സുലോചന ചേച്ചിയെ വിശ്വസിക്കാൻ തോന്നിയ ആ നിമിഷത്തെ അവൾ പഠിച്ചു. ആദ്യം അവൾ പരിശോധിച്ചത് തൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് എന്തെങ്കിലും ഉലച്ചിൽ പറ്റിയിട്ടുണ്ടോ എന്നതായിരുന്നു. വലിയ മാറ്റമൊന്നുമില്ലാതെ വെറുതെ അങ്ങിങ്ങായി ചുളിവുകൾ മാത്രം പറ്റിയിട്ടുള്ള സാരി കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ഇതുവരെ തനിക്ക് താൻ അറിയാതെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കിടക്കുന്ന മനുഷ്യൻ അറിയാതെ എങ്ങനെ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാം എന്നതാണ് അവൾ ആദ്യം ചിന്തിച്ചത്. നിദ്ര അവനെ ഉണർത്താതെ മെല്ലെ കട്ടിലിൽ നിന്നും നിരങ്ങി താഴേക്കിറങ്ങി. പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അയാൾ ഉണരുക തന്നെ ചെയ്തു. കണ്ണും തിരുമ്മിക്കൊണ്ട് കൈകളാൽ പാതി മറച്ചു പിടിച്ചിരുന്ന മുഖവുമായി അയാൾ കട്ടിലിൽ നിന്ന് ഉണരുമ്പോൾ നിദ്ര സ്ഥലകാലബോധം മറന്ന് അലറി വിളിച്ചുപോയി. ഞെട്ടിയണീറ്റ് നിന്ന ചെറുപ്പക്കാരൻ തൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടിയുടെ അലർച്ച കേട്ടതും പകച്ചു പോയിരുന്നു. പക്ഷേ അതിനേക്കാളേറെ പകച്ചത് നിദ്രയായിരുന്നു. കൺമുന്നിൽ കാണുന്ന കാഴ്ച അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദി ഗ്രേറ്റ് ഫിലിം സ്റ്റാർ രുദ്രദേവ് മഹേശ്വർ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ന്യൂ സെൻസേഷണൽ ആക്ടർ രുദ്രൻ എന്ന ആരാധകർ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന അയാൾ തന്നെയാണോ ഇതെന്ന് വിശ്വാസം വരാതെ നിദ്ര ഒന്നുകൂടെ അവനെ തുറിച്ചു നോക്കി. അതയാൾ തന്നെയായിരുന്നു. വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ അഭിനയിച്ച സിനിമകളിലെല്ലാം തൻ്റേതായൊരു മുഖമുദ്ര കൊണ്ടുവരാൻ രുദ്രന് കഴിഞ്ഞിട്ടുണ്ട്. 100 കോടി ക്ലബിൽ കയറിയ പടങ്ങൾ, സൂപ്പർ ഹിറ്റുകൾ, അവാർഡുകൾ എല്ലാം തന്നെ കുറഞ്ഞ കാലയളവ് കൊണ്ട് രുദ്രന് സ്വന്തമായിരുന്നു. അയാളുടെ ഡേറ്റിനായി പിറകെ നടക്കുന്നവരിൽ പല മുൻനിര സംവിധായകർ പോലും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ആ രുദ്രൻ തന്നെയാണോ ഇയാൾ? അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ എങ്ങനെയാണ് ഇയാളുടെ മുറിയിൽ വന്നു പെട്ടത്? എന്താണ് നടക്കുന്നത്?